സ്ഥിരമായിട്ട് സ്പോർട്സ് കാണുന്ന ആൾക്കാരുടെ തലച്ചോറിന് എന്ത് സംഭവിക്കും? നിങ്ങൾ സ്ഥിരമായിട്ട് സ്പോർട്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഫ്രീക്വൻലി സ്പോർട്സ് വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ബ്രെയിനിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ജാപ്പനീസ് പാർട്ടിസിപ്പൻസിൽ നടന്ന ഒരു FMRI സ്റ്റഡിയിലെ സ്കാനിങ് ഇമേജസ് ആണ്. ഫ്രീക്വൻലി ആൾക്കാർ സ്പോർട്സ് വാച്ച് ചെയ്യുന്നത് അയാളുടെ ഹാപ്പിനെസ്സും വെൽബീയിങ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനിൽ ഏർപ്പെടുന്നതും ഒരു ഫാൻഡം ഉണ്ടാവുന്നതൊക്കെ അയാളുടെ സോഷ്യൽ സ്കിൽസിലേക്കും പല രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സിങ്ങിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നൊക്കെ പറയുന്ന പഠനങ്ങൾ കാണാം. ഞാൻ തുടക്കത്തിൽ മെൻഷൻ ചെയ്ത ബ്രെയിൻ സ്കാൻ സ്റ്റഡിയിൽ പറയുന്നത് ഡെയിലി നിങ്ങൾ സ്പോർട്സ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സർക്യൂട്ട്സിനെ അതിങ്ങനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് നിലനിർത്തും എന്നുള്ളതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിംഗ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ആ പേപ്പർ നിന്ന് വായിച്ചു തരാം. ബ്രെയിൻ സ്ട്രക്ചേഴ്സ് മേ ഗ്രാജുവലി ചേഞ്ച് ബൈ വാച്ചിങ് സ്പോർട്ട് ഡെയിലി സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ഫീൽ ഗ്രേറ്റർ വെൽബീയിങ് മോർ ഈസിലി. അതായത് എളുപ്പത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാൻ തക്ക വിധത്തിൽ ഗ്രാജുവലി നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് തന്നെ മാറാൻ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് വാച്ചിങ് സ്പോർട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്പോർട്സ് കാണുന്നത് നോട്ട് എ നേരം പോക്ക്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ലോങ് ടേം ഹാപ്പിനെസ്സിലേക്കും വെൽബീയിങ്ങിലേക്കും ബ്രെയിൻ ഹെൽത്തിലേക്കും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ശീലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ലോകകപ്പിന്റെ ഒക്കെ സമയമാണ്. സമാധാനമായിട്ട് സ്പോർട്സ് വാച്ച് ചെയ്തോളൂ. ഇടയ്ക്ക് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ വീണ്ടും കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട.